ഡീപ് സീക്ക് ചാറ്റ് ജിപിടിയുടെ അന്തകൻ. ഡീപ് സീക്ക് വന്നതോടുകൂടി അമേരിക്കയുടെ ടെക്നോളജിയുടെ മേലുള്ള ആധിപത്യം അവസാനിക്കുമോ? വെറും 20ഓളം എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി അമേരിക്കയെ മുട്ടുകുത്തിച്ചു. ലോഞ്ച് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ ഷെയർ മാർക്കറ്റിൽ $1 ട്രില്യൺ ഇടിവുണ്ടാക്കിയ ഡീപ് സീക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡീപ് സീക്കിൻ്റെ കാര്യമാണ്. ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് AI ആണ്. ഡീപ് സീക്കിനെ പോപ്പുലർ ആക്കിയ കൂടുതൽ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡീപ് സീക്ക് ഒരു ഓപ്പൺ AI ആണ്. ഓപ്പൺ AI ആണെന്ന് പറയാൻ കാരണം ഓൾറെഡി ഉള്ള ഓപ്പൺ AI എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലുള്ള ചാറ്റ് GPT എന്നത് ഓപ്പൺ അല്ല. അവരൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്നോ അതിൽ ഇനി മോഡിഫൈ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഡീപ് സീക്ക് ഓപ്പൺ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്ക് വേണ്ടിക്കലും അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മളുടേതായ രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം, നമുക്ക് അതിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്താം, റീബിൽഡ് ചെയ്യാം, എന്ത് ചേഞ്ചസും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓപ്പൺ സോഴ്സിംഗ് ആയിട്ടാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് deepseek.com എന്ന വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്ത് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ AI സോഴ്സുകളും നമുക്ക് ഒരു ലിമിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിമിറ്റിന് ശേഷം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോ വെർഷൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ചാറ്റ് GPT ഓൾമോസ്റ്റ് ഒരു $20 പെർ മന്ത് പ്രോ വെർഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചാർജസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റും കാണാതെ തന്നെ നമുക്ക് ഈ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഡീപ് സീക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെയ്ഡ് വെർഷനിലുള്ള ചാറ്റ് GPT തരുന്ന എക്സാക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലിലേക്കുള്ള റിസൾട്ടുകളാണ് നമുക്ക് ഫ്രീ വെർഷനിലിരിക്കുന്ന ഈ ഡീപ് സീക്കിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഡീപ് സീക്കിൻ്റെ മറ്റൊരു ഫീച്ചറാണ് മെമ്മറി എന്നുള്ളത്. ചാറ്റ് GPTയിലും അതുപോലെ മറ്റുള്ള ഏത് AI സോഴ്സുകളിലും ആദ്യം നമ്മളുടെ ഒരു ഇൻട്രോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ കമ്പനി ഇന്നതാണ്, എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്നുള്ള രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മറി വെച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ആൻസർ ആയിട്ട് തരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ലെറ്ററിൽ വെക്കേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മുന്നേ ഉള്ള AI സോഴ്സുകളുടെ എല്ലാം അല്ലെങ്കിൽ AIൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ മെമ്മറി ഇഷ്യൂ വന്നിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടാവും. അതിൽ ഈ ഒരു മെമ്മറി ഫോളോ ചെയ്യുന്നതിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചാറ്റ് GPT ആണെങ്കിൽ അതിനേക്കാൾ എത്രയോ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഡീപ് സീക്ക് വർക്ക് ചെയ്യുന്നത്.